കേന്ദ്ര സർക്കാർ മുംബൈയിൽ നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര മാധ്യമ വിനോദ ഉച്ചകോടി. റിപ്പോർട്ട്. ഇന്ത്യയുടെ മാധ്യമ വിനോദ വ്യവസായത്തെ കൂടുതൽ ഉയരങ്ങളിലേക്കെത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത നവീനമായ ആശയമാണ് അന്താരാഷ്ട്ര ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി അഥവാ വേവ്സ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ മുംബൈയിൽ നടന്നുവന്ന ഈ മഹാസംഗമം ഇന്ന് സമാപിക്കുകയാണ്. സിനിമ, OTT, ആനിമേഷൻ, ഗെയിമിംഗ്, VFX, നിർമ്മിത ബുദ്ധി തുടങ്ങി വിവിധ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് വേവ്സ് അരങ്ങേറിയത്. മികച്ച സർഗസൃഷ്ടികൾ നടത്തുന്ന പ്രതിഭകൾക്ക് അവരുടെ ആശയങ്ങൾ ആഗോളതലത്തിലേക്ക് എത്തിക്കുന്നതിനും അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിനും വേവ്സ് വേദിയൊരുക്കുകയുണ്ടായി. പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോമായ വേവ്സ് OTT കഴിഞ്ഞ നവംബർ തൊട്ട് വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ഇന്ത്യൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ഇതിന് ആഗോളതലത്തിൽ പരിചയപ്പെടുത്താനുള്ള വേദിയായി വേവ്സ് ഉച്ചകോടി മാറി. പ്രസാർ ഭാരതി CEO ഗൗരവ് ദ്വിവേദി IAS പ്രസാർ ഭാരതിയുടെ വേവ്സ് OTT പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകതകൾ കോഴിക്കോട് ആകാശവാണിയോട് വിശദീകരിക്കുന്നു. You can see more than 75 channels live. You can see thousands of films. You can see thousands of serials. You can see a lot of educational content. You can see e-books which are there from Ministry of Information and Broadcasting. You can play e-games also. And you can also do shopping, e-shopping on the same platform from the Open Network ONDC of the Government of India. So in this one platform, we are providing the audiences across India and also across the world the best Indian content which we have developed and which we have brought to the audiences for their information and their entertainment. So being the public service broadcaster, as you are aware, we already broadcast in more than 23 national level languages and also across more than 180 dialects of different parts of the country. Right now we have content in about 18 to 20 languages which is already available on Waves. The application app interface is also available in more than 10 languages so that users from different parts of the country and particularly the rural and the semi-urban part who may not be very familiar with the English interface can using their own language. Over a period of time, we want to bring all Indian languages on Waves OTT. Broadcasting today is not only about content creation, there is a lot of technology also which has become a part of the content creation and distribution. And a summit like this will bring national talent as well as international talent in both content creation as well as technology together. And I'm sure over the next few years, we will find much more greater high quality content in much greater volumes being produced from India, being consumed in India and consumed across the world also. ആഗോള വിനോദ വ്യവസായ രംഗത്ത് ഇന്ത്യ ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയ്ക്കപ്പുറം ഈ മേഖലയിൽ ഒട്ടേറെ സംരംഭങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഗെയിമിംഗ്, കോമിക്സ് ഇവയെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് നാം കാണുന്നത്. തങ്ങളുടെ സംരംഭങ്ങളെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച് വേവ്സിൽ എത്തിയ സംരംഭകരെ പരിചയപ്പെടാം. എൻ്റെ പേര് ശരത് ഭൂഷൺ. ഇൻഫോ പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കൊച്ചിനിലെ ഭൂഷൺ അനിമേഷൻസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഭൂഷൺസ് ജൂനിയർ എന്നാണ് അതിൻ്റെ ട്രേഡ് നെയിം. അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. ആൻഡ് ഐ ആം ഓൾസോ പാർട്ട് ഓഫ് സായിക്, സൊസൈറ്റി ഓഫ് AVGC XR ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഞാൻ അതിൻ്റെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടെയാണ്. സോ ബേസിക്കലി സായിക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ദിസ് ഈസ് ഫോർ ഇൻഡസ്ട്രി. AVGC XR എന്ന് പറയുന്ന അനിമേഷൻ, VFX, ഗെയിമിംഗ്, കോമിക്സ് ആൻഡ് എക്സ്റ്റൻഡഡ് റിയാലിറ്റി ഇത്രയും സെക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ആൻഡ് സ്മോൾ ലെവൽ കമ്പനീസ്, മിഡിൽ ലെവൽ കമ്പനീസ് ആൻഡ് ലാർജർ കമ്പനീസ് ഇതിൻ്റെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ആ സെക്ടറിൽ പെടുന്ന കമ്പനീസിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാം ആൻഡ് എങ്ങനെ ഒരു ഗ്ലോബൽ സ്കെയിലിലോട്ട് കൊണ്ടുപോകാം എന്നതാണ് മെയിനായിട്ട് സായിക്ക് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഭൂഷൺ അനിമേഷൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും ഗ്ലോബലി സെല് ചെയ്യാൻ പറ്റുന്ന IPs ബിൽഡ് ചെയ്യുന്ന, IPs എന്ന് പറയുമ്പം
കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന 0 to 14 ഏജ് ഗ്രൂപ്പ് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന കാർട്ടൂൺ സീരീസുകൾ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ആൻഡ് ഭൂഷൺ ജൂനിയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മിക്ക കമ്പനീസും കാർട്ടൂൺ സീരീസിൽ അല്ലെങ്കിൽ കാർട്ടൂൺ IPs ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സർവീസ് ഓറിയന്റഡ് പ്രോജക്റ്റ് ആയിട്ടാണ് ബിൽഡ് ചെയ്യുന്നത്. ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ IPsനെയും എങ്ങനെ ലോഞ്ചിങ് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ അതിനെ എങ്ങനെ ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ ബിൽഡ് ചെയ്യാം. 4 IPകളിലാണ് ഞങ്ങളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് IP വിച്ച് ഈസ് കോൾഡ് ജൂം താരാരാര, അത് 2024 ലാസ്റ്റിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. കറൻ്റ്ലി ഇറ്റ്സ് അവൈലബിൾ വിത്ത് മോർ ദാൻ 15 പ്ലാറ്റ്ഫോംസ് ഇൻ അക്രോസ് ഗ്ലോബ്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അവൈലബിൾ ആണ്. ആൻഡ് വെരി റീസെൻ്റ്ലി വി ലോഞ്ച് അനദർ പ്രോജക്റ്റ് വിച്ച് ഈസ് കോൾഡ് ലൂയി ആൻഡ് ഡൂയി. അപ്പോൾ അട്രാക്ഷൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ നല്ല പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലായി. ആൻഡ് വൺ ഗുഡ് തിങ്, ലൂയി ആൻഡ് ഡൂയി ടെസ്റ്റിങ്ങിന് വേണ്ടി ലോഞ്ച് ചെയ്ത് വിത്തിൻ 1 monthനുള്ളിൽ വി ഗോട്ട് എ അക്യൂസേഷൻ പ്രപ്പോസൽ ഫ്രം വൺ ഓഫ് ദ US ബേസ്ഡ് കമ്പനി. സോ അതൊരു കേരളത്തിൽ നിന്നും കേരളത്തിലെ ടാലൻസ് ബിൽഡ് ചെയ്ത ഒരു IPക്ക് അങ്ങനെ ഒരു ഗ്ലോബൽ സ്കെയിലിൽ പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിമോണി ആയിരുന്നു അത്. നൗ വി ആർ സ്കെയിലിംഗ് അപ്പ് എൻ്റയർ പ്രോജക്റ്റ്. ആൻഡ് അനദർ പ്രോജക്റ്റ് വി ആർ വർക്കിംഗ് മിയാവു വിച്ച് വി ആർ ടാർഗറ്റിംഗ് 0 to 6 ഏജ് ഗ്രൂപ്പ് കിഡ്സ്. കറൻ്റ്ലി ആ പ്രോജക്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ആൻഡ് അനദർ പ്രോജക്റ്റ് വി ആർ വർക്കിംഗ് വിച്ച് ഈസ് കോൾഡ് ആക്ഷൻ ഗ്രാൻഡ്മ. അതും പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. വി ഹാവ് എ ഓർഗാനിക് അല്ലെങ്കിൽ എന്താ പറയുക ഇൻബോൺ ടാലൻറ്റ് നമുക്കുണ്ട് കേരളത്തിൽ ക്രിയേറ്റീവ് സെക്ടറിൽ. ഐ മീൻ AVGC അനിമേഷനിലും ഗെയിമിങ്ങിലൊക്കെ നമുക്കൊരു ഇൻബോൺ ആയിട്ടുള്ള ടാലൻ്റ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ബ്ലഡിൽ ക്രിയേറ്റിവിറ്റി ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഹോം ഗ്രോൺ ആയിട്ടുള്ളൊരു ക്രിയേറ്റീവ് ടാലൻസ് ഉള്ളൊരു സെക്ടറിനെ ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു പ്രയോറിറ്റി നമുക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് പുഷ് ചെയ്യാൻ പറ്റുമോ ആ ഒരു പുഷിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം പ്രൈം മിനിസ്റ്ററിൻ്റെ വേവ് സമ്മിറ്റിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു കറൻ്റ്ലി അവർ ഇൻഡസ്ട്രി ഈസ് 30 billion എക്കോണമി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. സോ central government is targeting how we can build 100 billion economy only for creative industry. ആ ഒരു വിഷനിലോട്ട് ആസ് എ സ്റ്റേറ്റ് നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. സോ വി ആർ കൊളാബറേറ്റിംഗ് വിത്ത് ഓൾ ദ ഇൻഡസ്ട്രി പ്രൊഫഷണൽസ്, ഓൾ ദ ഗവൺമെന്റ് ഇൻഡസ്ട്രി ബോഡീസ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ് ഫോർ എ ഫ്യൂച്ചർ ഓഫ് കേരള. എൻ്റെ പേര് സാബു സരസൻ എന്നാണ്. ഞാൻ കോ ഫൗണ്ടർ മൈത്തി കോമിക്സ്, ബോട്ട് സ്റ്റോറി ആൻഡ് ലെണി ടൂണി. മൈത്തി കോമിക്സ് എന്ന് പറഞ്ഞത് ഒറിജിനൽ കോമിക്സ് ആണ്. ഒറിജിനൽ കോമിക്സ് ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്. 4 മാസം മുമ്പാണ് മൈത്തി കോമിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത് വെബ് കോമിക്സിൻ്റെ വെർഷനിലും ഉണ്ട്, അതുപോലെ തന്നെ പ്രിന്റഡ് കോമിക്സിൻ്റെ വെർഷനിലും ഉണ്ട്. ഇപ്പോൾ ഏകദേശം 13 കോമിക്സ് ബുക്കുകൾ നമ്മൾ ഓൾറെഡി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 5 കോമിക്സ് നമ്മൾ മലയാളത്തിലും ബാക്കി എല്ലാ ബുക്സുകളും ഇംഗ്ലീഷിലുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേരളത്തിലെ AVGC കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. കേരളത്തിൻ്റെ AVGCയിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പ് ആനിമേഷൻ സ്റ്റുഡിയോകൾ അല്ലെങ്കിൽ കോമിക് സ്റ്റുഡിയോകളെ ഒരുപാട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു ഈ പ്രാവശ്യം. അങ്ങനെയാണ് ഞങ്ങൾ വേഴ്സിലിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോബലി ഉള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സുമായിട്ടും അതുപോലെ തന്നെ സ്റ്റുഡിയോസുമായിട്ടും ഒക്കെ നമുക്കിത് നേരിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അവരുമായിട്ടൊരു പുതിയ കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കൂടാണ് ഇന്ന്. കാരണം ഇന്നൊരു ക്ലയൻറ്റുമായിട്ട് എനിക്ക് ഏകദേശം ഒരു പുതിയ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യാനുള്ളൊരു എഗ്രിമെൻറ്റും കൂടെ കിട്ടിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇത്തരം ഈവൻറ്റുകൾ നമ്മളെപ്പോലുള്ള പുതിയ ഓൺടർപ്രണേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ആനിമേഷൻ, ഗെയിമിംഗ്, കോമിക്സ്, XR, VR എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ ഇൻഡസ്ട്രിയെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ ഈ ഇവൻറ്റ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കോമിക്സ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരുപാട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഈ കടൽ പോലെ നമുക്ക് അനന്തമായി കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്ത്യൻ മിത്തോളജി എപ്പിക്കുകളൊക്കെ. അതുപോലെ തന്നെ ഫോക്ക് ടെയിൽസ്. നമ്മളുടെ ഒരു കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും ഓരോ ഭാഷയും ചരിത്രവും അവർക്ക് പറയാനുള്ള കഥകളും എല്ലാം ഉണ്ട്. അപ്പോൾ കഥകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യക്കാർ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. വലിയൊരു ട്രഷറാണ് നമുക്കുള്ളത്. ഈ കഥകൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരാം, അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഇപ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ ഒരു ഹാർഡ് കോപ്പി ബുക്ക് എങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ വാങ്ങുമെന്നുള്ളത്. സത്യത്തിൽ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം, ഞങ്ങളിത് ആദ്യം ഒരു ചലഞ്ചായിട്ട് എടുത്തെങ്കിലും കുട്ടികൾ നമ്മുടെ ഇതിലേക്ക് വരികയും ബുക്സ് അവർ നോക്കി ഫീൽ ചെയ്യുകയും അവർ മണത്ത് നോക്കും. ആ മണം കിട്ടുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു സന്തോഷവും ഒക്കെ കണ്ടിട്ട് അവർ പെട്ടെന്ന് തന്നെ ആ കോമിക്സ് ബുക്ക് വാങ്ങുന്നുണ്ട്. ഒരു ചെറിയ സ്കെയിലിൽ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അത് അത്രയും വലിയ സീരിയസ് ആക്കാനുള്ള കാരണം എനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ AIയും എല്ലാം വേൾഡ് ഭരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ എന്നാൽ തിരിച്ച് വായനയുടെ ലോകത്തേക്ക് കുട്ടികൾ വരും എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു വിശ്വാസത്തിലാണ് കോമിക്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ കേരള AVGC സൈക്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒരുപാട് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു വലിയൊരു ഈവൻറ്റിൽ വന്ന്
നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം 28ഓളം സ്റ്റുഡിയോസ് ആണ് ഈ സൈക്കിളുള്ളത്. അതിൽ 10 സ്റ്റുഡിയോയിൽ ഒരു അംഗമായിട്ട് ഇവിടെ വന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ ഒരു സംസ്കാരത്തെയും ഒക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു കോമിക് ബുക്കിലൂടെ ആൾക്കാരിൽ ഇത് എത്തിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉയർച്ചയാണ് 4 ദിവസത്തെ വേവ്സ് ഉച്ചകോടിയിലൂടെ ലഭിച്ചത്. വിവിധ മേഖലകളിലായി 1000 കോടിയോളം രൂപയുടെ വ്യവസായ സഹകരണങ്ങൾക്ക് ധാരണയായി. ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായി വിനോദ വ്യവസായ മേഖലയിൽ സഹകരിക്കാൻ മുന്നോട്ടു വന്നിരിക്കുന്നു എന്നതും ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ കോഴിക്കോട് ആകാശവാണിയോട്. നമസ്കാരം, എൻ്റെ പേര് ലക്ഷ്മിപ്രിയ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കൊച്ചിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇവിടെ 4 ദിവസമായിട്ട് വേവ്സിൻ്റെ ഡ്യൂട്ടിയായിട്ട് ഇവിടെ മുംബൈയിലുണ്ട്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേവ്സ് ബസാറിലായാലും അല്ലെങ്കിൽ പല തലങ്ങളിൽ നിന്നുള്ള ഈവൻ അനിമേഷൻ, VFX, ഗെയിമിംഗ്, അതുപോലെ പുതിയ ടെക്നോളജീസ്, ഇപ്പോൾ AR, VR, XR അതുപോലത്തെ ടെക്നോളജീസിലൊക്കെ ആണെങ്കിലും അതിലൊക്കെ ഈ ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ചസിൽ വന്ന പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിരുന്നു. 75 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലോബൽ കമ്പനീസ് എന്ന് ഇപ്പോൾ യൂട്യൂബ്, ഗൂഗിൾ, NVIDIA അങ്ങനത്തെ കമ്പനീസിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് മാസ്റ്റർ ക്ലാസ്സസും അതുപോലെ സ്റ്റാർട്ടപ്പിന് വേണ്ടുന്ന ഹെൽപ്പുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പല തരങ്ങളിലായിട്ട്, പ്ലീനറി സെഷൻസ് ആയിട്ടും അല്ലാതെയും ഒക്കെ. അപ്പോൾ നമ്മുടെ യുവാക്കൾക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖലയായിട്ട് ഇതെനിക്ക് തോന്നുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ വേവ്സിൻ്റെ അടുത്ത് വരുന്ന എഡിഷൻസിൽ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഇതിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശാലമായ നെറ്റ്വർക്കിംഗും ബിസിനസ് അവസരങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സർഗപ്രതിഭകളെയും വ്യവസായികളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്നാണ് വേവ്സ് ബസാർ. പ്രദർശനങ്ങൾ, വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ, ഫണ്ടിംഗ് അവസരങ്ങൾ എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാവുകയുണ്ടായി. വേവ്സ് ബസാർ ഉച്ചകോടിയോടെ അവസാനിക്കുന്നതല്ല. തുടർന്നും പ്രൊഫഷണലുകൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്ക് ഇതിൽ അവസരമുണ്ട്. വേവ്സ് ബസാറിന്റെ സവിശേഷതകൾ നോഡൽ ഓഫീസർ ശ്രീരാഗ് മുകുന്ദൻ വിവരിക്കുന്നു. എൻ്റെ പേര് ശ്രീരാഗ് മുകുന്ദൻ. ഞാൻ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഫോർ ഫിലിംസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഞാൻ വേവ്സ് ബസാറിൻ്റെ നോഡൽ ഓഫീസർ ആണ്. വേവ്സ് ബസാർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ലോകത്തിലെ പല ഓൺലൈൻ മാർക്കറ്റ് പ്ലാറ്റ്ഫോമുകൾ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി യൂണീക്കായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഗെയിമിങ്ങിന് വേണ്ടിയുണ്ട്. സോ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലെ എല്ലാ വെർട്ടിക്കലുകളും, സിനിമയാകട്ടെ, മ്യൂസിക് ആകട്ടെ, ഓർ ഗെയിമിംഗ് ആവട്ടെ, ഇ സ്പോർട്സ് ആവട്ടെ, എല്ലാ മേഖലകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതാദ്യമായാണ് ലോകത്തിൽ തന്നെ എൻവിഷൻ ചെയ്യപ്പെടുന്നത്. വേവ്സ് ബസാർ എന്നുള്ള പോർട്ടൽ ജാനുവരി 27-ന് ബഹുമാന്യനായ വാർത്താവിതരണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുകയും അതിനുശേഷം നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നിന്ന് വളരെയധികം പോസിറ്റീവായുള്ള റെസ്പോൺസാണ് ലഭിച്ചത്. ഇതുവരെ പോർട്ടലിൽ നമുക്ക് ഏകദേശം 6000-ഓളം ബയേഴ്സ് ഓർ കമ്പനീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് 5000-ഓളം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിവിധ മേഖലകളിൽ നിന്നായി, ഗെയിമേഴ്സ്, ഫിലിം മേക്കേഴ്സ്, അതേപോലെ തന്നെ മ്യൂസീഷ്യൻസ്, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള സെല്ലേഴ്സ് ഓർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരും രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വേവ്സ് ബസാറിൽ ആക്റ്റീവായിട്ട് 2000-ഓളം പ്രൊജക്റ്റുകൾ ലൈവായിട്ടുണ്ട് ഫോർ പിച്ചിങ്ങിനും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി. സോ ഈ വേവ്സ് ബസാർ എന്നതിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ ബിസിനസ് ട്രാൻസാക്ഷൻസും കണക്ഷൻസും ഉണ്ടാവുക. നമ്മുടെ യങ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആമസോൺ, നെറ്റ്ഫ്ലിക്സ് അതേപോലെയുള്ള ഗ്ലോബൽ OTT പ്ലാറ്റ്ഫോമുകളിലേക്കും വളരെ വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിലേക്കും ഡയറക്റ്റ്ലി ഒരു ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വേവ്സ് ബസാർ എന്നുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്. സോ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ മുംബൈയിൽ നടക്കുന്ന വേവ്സ് സമ്മിറ്റിൽ നമ്മളൊരു ഫിസിക്കൽ വേവ്സ് ബസാർ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടി ഫിക്കി നമ്മളോട് അസോസിയേറ്റ് ചെയ്യപ്പെടുകയും ഏകദേശം 100-ഓളം കമ്പനീസ്, ബയേഴ്സ് അവരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും 3000-ന് മുകളിൽ മീറ്റിംഗ് കഴിഞ്ഞ 3 ദിവസത്തിൽ ഇവിടെ നടക്കുകയും നമ്മുടെ ഒരു പ്രാഥമികമായ ഇവാലുവേഷനിൽ 800 കോടിയോളം വർത്ത് വരുന്ന ബിസിനസ് ട്രാൻസാക്ഷൻ
ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ഇത്രയും ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബേസ് വെച്ചുകൊണ്ട് വേവ്സ് ബസാർ ഇനിയും മുന്നോട്ട് വളരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ആമസോൺ പോലെയുള്ള ഒരു ഹൈ എൻഡ് ബിസിനസ് പ്ലാറ്റ്ഫോമിനോട് കിടപിടിക്കും വിധം ഒരു കോണ്ടന്റ് മാർക്കറ്റ് പ്ലേസായി വികസിപ്പിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ മലയാളികളായിട്ടുള്ള കോണ്ടന്റ് മേക്കേഴ്സിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. ഇപ്പോൾ വേവ്സ് എന്നുള്ള പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ യുവാക്കളായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും ബിസിനസ് കണക്ഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നതിനെ പര്യാപ്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ മലയാളം കോണ്ടന്റിന് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിലൊട്ടുക്കും അതുപോലെ തന്നെ ലോകത്തിലും ഒരുപാട് അക്സെപ്റ്റൻസും മറ്റും കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ യങ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഈ ഗ്ലോബൽ കമ്പനികളുമായി വളരെ എളുപ്പം ലിങ്ക് ചെയ്യപ്പെടാനുള്ള ഒരു അവസരമാണ് വേവ്സ് ബസാർ എന്നുള്ള പ്ലാറ്റ്ഫോം ഇവിടെ ഒരുക്കി തരുന്നത്. നാല് ദിവസം നീണ്ടുനിന്ന വേവ്സ് ഉച്ചകോടിയോടെ ആഗോള ദൃശ്യ ശ്രാവ്യ വിനോദ മേഖലകളുടെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ നിക്ഷേപങ്ങൾക്കായി ഇന്ത്യയിലെ സർഗപ്രതിഭകളിൽ ഉറ്റുനോക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് അഥവാ വേവ്സിന്റെ ആദ്യ പതിപ്പിന് ആഗോളതലത്തിൽ ലഭിച്ച അഭൂതപൂർവമായ സ്വീകാര്യത മൂലം ഇനി എല്ലാ വർഷവും ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാമേളയായി ഇന്ത്യ മാറുമെന്ന് പ്രത്യാശിക്കാം. കേന്ദ്ര സർക്കാർ മുംബൈയിൽ നടത്തുന്ന ആദ്യ അന്താരാഷ്ട്ര മാധ്യമ വിനോദ ഉച്ചകോടി റിപ്പോർട്ട് സമാപിച്ചു. നിർവഹണം ഫഹദ് രാജ.